ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ജീവിതത്തില് ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. അത് അബദ്ധമാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും വേദനിക്കാനുള്ള അത്രയും വേദനയാവും. ശീലമായി ഇപ്പോ. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മ? ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് വിശ്വാസമായോ? ജീവന് മാറ്റുണ്ടെന്ന് പറയുമ്പോഴെല്ലാം അമ്മ തർക്കിക്കുമായിരുന്നല്ലോ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ജീവൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഇവൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എന്താ ഉറപ്പ്? അവൻ ഇതിനേക്കാൾ വലിയ കള്ളത്തരം കാണിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. നീ കണ്ണു തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. പറഞ്ഞത് ശരിയാണോന്ന് ഞാൻ പോയി നോക്കും. ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. നിത്യേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്റെ വിശ്വാസങ്ങൾ ശരിയാണെന്ന് എനിക്ക് ഉറപ്പാക്കണ്ടേ? അതുകൊണ്ട് ജീവന്റെ പുറകെ പോണെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. அம்மா என்னம்மா இப்பதான் நீங்க ஹாஸ்பிட்டல் டிஸ்சார்ஜ் வாங்கி வந்தது. இப்ப நீங்க அங்கொന്നും போக வேண்டாமா? പോണ ശരവണ, ഒരാളെന്നെ കബളിപ്പിക്കുകയാണെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി അത് ചോദിക്കെങ്കിലും വേണ്ടേ? ഞാൻ പോവും. നിൽക്ക്. ഞാൻ പറയുന്ന വാക്കുകളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ യാത്രയെന്ന് എനിക്കറിയാം. അത്രയ്ക്കെന്നെ വിശ്വാസം ഇല്ലാതായില്ലേ? ഇത് അമ്മയോടുള്ള വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, എന്റെ വിശ്വാസത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് പോണം. என்ன அம்மா இவங்க அங்க எதுக்கு? പോയി വരട്ടെ ശരവണ. നമ്മളൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത സത്യം അവൾ പോയി കണ്ടുപിടിക്കട്ടെ. അവൻ ഒരിക്കലും ആ ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല. അതോടെ തീരുവല്ലോ അല്ല. ഹരി, എനിക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. എന്നെ എവിടം വരെ ഒന്ന് കൊണ്ടുപോവാമോ? ജീവൻ ഏഴുമല ദേവീക്ഷേത്രത്തിലേക്ക് പോയിരിക്കാം. എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ട്. അത് പൂർത്തിയാക്കണമെന്നും പറഞ്ഞാ പോയത്. ജീവൻ പറയുന്നതൊന്നും അമ്മയും മറ്റുള്ളവരൊന്നും വിശ്വസിക്കില്ല. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം മനസ്സിലൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാ. പറഞ്ഞതുപോലെ ജീവന ക്ഷേത്രത്തിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ, എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ചെയ്യുന്നതെങ്കിൽ, പിന്നെ ആര് സംശയിച്ചാലും ജീവനെ ഞാൻ സംശയിക്കില്ല. എനിക്കും സമയമില്ല. എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്.
അതിനിടയിൽ നിത്യയുടെ എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്താൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ഹരി, എന്നോട് പിണക്കാണോ? എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല. പിണങ്ങാൻ ഞാനാരാ? ജീവിതത്തില് ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. അത് അബദ്ധമാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും വേദനിക്കാനുള്ള അത്രയും വേദനയാവും. ശീലമായി ഇപ്പോ. സോറി ഹരി, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ഒരുപാട് മോഹങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കാൻ ഞാൻ ഹരിയോട് പറയില്ല. കാരണം അങ്ങനെ ആർക്കും പറ്റാറില്ലല്ലോ. എല്ലാവർക്കും അവരുടേതായ ശരിയുണ്ടാവും. ഹരി ഇപ്പൊ ചിന്തിക്കുന്നതാണ് ഹരിയുടെ ശരി. എനിക്ക് പക്ഷേ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നതിൽ നിന്നും മാറി നടക്കാൻ പറ്റില്ല. കാലം മാറിയെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ പുറം ലോകത്ത് നിങ്ങളെപ്പോലെ കൈവീശി നടക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും പെണ്ണിനിപ്പോഴും പൂർണ്ണമായി കിട്ടിയിട്ടില്ല. അവള് വീടിന്റെ അകത്തളത്തില, മനസ്സിന്റെ ചങ്ങലയില. അവിടെ കിടന്ന് വെറുതെ കുതിറി നോക്കാനേ പറ്റൂ. പൊട്ടിച്ചെറിയാനും ആവില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഹരി ബുദ്ധിമുട്ടണ്ട. നിത്യാമ്മയുടെ കൂടെ പോവാത്തെ? അച്ഛൻ എന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ, പക്ഷെ നിത്യാമ്മ വേദനിപ്പിക്കല്ലേ അച്ഛ. നിത്യാമ്മ പാവ. അച്ഛന് എന്നെയൊക്കെ എന്ത് ഇഷ്ടാന്നറിയോ?